ഇതുപോലെ കുരുക്കന്മാരെ കിട്ടിയാൽ NLP ലൈഫ് മാസ്റ്ററി കോഴ്സ് പങ്കെടുത്ത സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നിങ്ങൾ സെർച്ച് ചെയ്താലും ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടൂല. 100% ഷുവർ. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ഒരാളെ എങ്ങനെ ഇത് സംസാരിക്കില്ല, അതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഈ നിമിഷം ഞാനിപ്പോൾ അതിനെല്ലാം മുക്തമായി. ക്ലാസ്സിൽ വന്നാൽ അതൊരു വന്ന് ഇവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. എൻ്റെ പ്രൊഫഷൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എനിക്ക് പേഷ്യൻസിലേക്ക് വളരെ കൂടുതൽ ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്ലാസ്സിന് വന്നത് മുതൽ വെച്ച് മേലോട്ട് ഞാൻ ഉയർന്ന് വരികയായിരുന്നു. ഞാൻ മുന്നേ മൈൻഡ് മാസ്റ്ററി അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഉള്ളിലുണ്ടായിരുന്നു. അത് സാർ ഇന്ന് കണ്ടെത്തി. ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞു, ഞാൻ വൈഫൈ ചെറിയ പണക്കുണ്ടായിരുന്നു. ഇപ്പൊ അവളെ കാണണം ഇങ്ങനെ തീവ്രമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പോയാൽ അതൊരു വലിയൊരു മാറ്റമാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നത് എന്ത് പഠിക്കാനാണ്? NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പഠിക്കാനാണ് നിങ്ങളിവിടെ വന്നതല്ലേ? ഞാൻ പറയുന്നു, ഞാനിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് NLP അല്ല, ലൈഫാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ലൈഫ് ആസ് ഇറ്റ് ഈസ്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂള് എന്നുള്ളത് NLP ആണ്. ഐ എം യൂസിങ് ദ ടൂൾ. NLP ആസ് എ ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് തമാശയും കളിയല്ല. ലൈഫ് NLP ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ സയൻസ്. ഇത് അനുഭവിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. NLPയുടെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയാണ് ലൈഫിനെ നമുക്കത് വ്യക്തമാക്കി തരുന്നത്. അത്ഭുതകരമായ ഒരു ശാസ്ത്ര കലയാണ് NLP എന്നുള്ളത്. ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിരിക്കും. ഷുവറാണത്. ഞാൻ നിങ്ങളോട് മുട്ടിക്കാൻ പറഞ്ഞോ? പിന്നെ അതങ്ങനെ മുട്ടിയേ? ഞാൻ നിങ്ങളെ കമാൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ആജ്ഞ ഇല്ല, കൽപ്പനയില്ല, ഒന്നുമില്ല. പിന്നെ അതങ്ങനെ മുട്ടിയേ? ഇസാൻ സംഭവിച്ചാ? എന്ത് സംഭവിച്ചോടാ? വാട്ട്സ് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്? ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോഴത് പ്രഖ്യാപിക്കുകയാണ്. ഏതോ ഒരു ദിവസം എൻ്റെ മുന്നിൽ ഇരിക്കാൻ പോകല്ലേ. നമ്മളിവിടെ ലൈഫ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ലൈഫിലെ എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോരാൾക്കും പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂകൾ ഉണ്ടായിരിക്കാം. ദേഷ്യം എന്ന വാക്ക് ദേഷ്യമാണോ? ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കുക? ഹൃദയം ഇങ്ങനെ ഹൃദയം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ലെവൽ കൂടിയിട്ടുണ്ട്, ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്. പലതും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സുനാമി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി കളിക്കുക. അതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം സംഭവിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? അപ്പൊ ദേഷ്യം എന്ന വാക്ക് ദേഷ്യമാണോ രഞ്ജിത്ത് സാർ? അല്ലല്ലോ. അതൊരു വലിയൊരു പ്രോസസ്സാണ്. അകത്ത് നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇതേപോലെ ലവ് എന്ന വാക്കും ലവ് അല്ല. ഞാൻ ചോദിക്കട്ടെ, 2 സ്റ്റേറ്റ്മെൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞു ലവ് എന്ന വാക്ക് ലവ് അല്ല. രണ്ടാമത് പറഞ്ഞു ദേഷ്യം എന്ന വാക്ക് ദേഷ്യമല്ല. ഏത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, ഗ്രാഹ്യത കൂടുതൽ നടന്നത്? ഏത് പറഞ്ഞപ്പോഴാണ്? ദേഷ്യം പറഞ്ഞപ്പോൾ. ആദ്യത്തെ 6 മാസം അവൾ പറയുന്നത് എന്തോ അവൻ കേൾക്കും അല്ലേ? ഈ എൻ്റെ കരളല്ല, എൻ്റെ ചക്കര, എൻ്റെ മുത്ത, എൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യയായിട്ടില്ല, എൻ്റെ പെണ്ണ്, എൻ്റെ കരളയൊക്കെയാണ് ആദ്യത്തെ 6 മാസം 1ാം ഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ഇനി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മര്യാദക്ക് നീ അനുസരിച്ച് ജീവിച്ചോളാം. 1ാം ഘട്ടത്തിലാണെന്തൊക്കെ എന്ത് പറയാൻ വേണ്ടി കാത്തിക്കുക. എൻ്റെ ചക്കര എന്തൊക്കെ മൊഴിയൂ. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല, നമ്മളെങ്ങനെ പൊതുവേ ശാസന കൊടുക്കാറ്? എങ്ങനെ? മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്ത് എന്നാൽ മാത്രമേ ഇന്ന് എനിക്ക് ചോറ് വരും. ഓക്കെ, ഹോംവർക്ക് ചെയ്താൽ എനിക്ക് ചോറില്ല. രാത്രിയാണ്, രാത്രി ഭക്ഷണം എനിക്ക് കിട്ടില്ല. മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്താൽ ചോറ്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തരില്ല. ഓക്കെ, ഈ രീതിയിലാണ് പലപ്പോഴും നമ്മൾ പറയാറ്. കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു എന്നിരിക്കുക, മോള് ഭക്ഷണത്തിന് ശേഷമാണോ ഹോംവർക്ക് ചെയ്യുന്നത് അതോ ഭക്ഷണത്തിന് മുമ്പാണോ ഹോംവർക്ക് ചെയ്യുന്നത്? കൺഫ്യൂഷൻ. എന്ത് സംഭവിക്കാടാ രഞ്ജിത്ത് സാർ? അതായത് NLP ഭാഷയിൽ ഇങ്ങനെ പറയാ, ഇൻഫർമേഷൻ അല്ല ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുക. മനുഷ്യന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ്സിൻ്റെ ആ സ്ട്രക്ചറിലേക്ക് എത്തുക എന്നുള്ളതാണ്. വ്യക്തി തലത്തിലുള്ള ബിലീഫ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ആവില്ല, ഐ എം നോട്ട് വർത്തി, എനിക്കൊന്നും പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആർ യു റെഡി ഓർ നോട്ട്? ഇഫ് യു റെവർ യുവർ ലൈഫ്, ഇഫ് യു റെസ്പെക്ട് യുവർ ലൈഫ്. 3 രീതിയിലാണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക. അതൊക്കെ ഇന്ന് പഠിക്കും. ഒറ്റ സമയത്ത് ഇതൊക്കെ പഠിക്കും. ഇവിടുന്ന് കുറേ ചേറ്റങ്ങൾ വിടുള്ളൂ. സീക്രട്ടൊക്കെ വെളിവാക്കാൻ പോകണം. ഓക്കെ, NLP പഠിപ്പിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. അനുഭവിക്കാനേ പറ്റുള്ളൂ. അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അതെപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും.
അതാണ് ഒരു പ്രത്യേകത. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം, അതിന് നിങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കും നിങ്ങളെ ഞാൻ അത് അനുഭവിപ്പിക്കാൻ പോകാം. അത്രയും ഇമോഷണൽ ലാംഗ്വേജാണ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുക. അല്ലാതെ ഭയങ്കര പ്രൊഫഷണൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ വീട്ടിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതാണ് പതിയെ പതിയെ ഞാൻ അതിലേക്ക് പോകുന്നത്. ലിംഗ്വിസ്റ്റിക് ഭാഷ വരാം. അതായത് ആൽഫ്രഡ് ബ്ലേക്ക് പറഞ്ഞിരിക്കുന്നു, മനസ്സും ശരീരവും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഉടനടി ശരീരത്തിൽ വരുമെന്നുള്ള ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. ആൽഫ്രഡ് ബ്ലേക്കിൻ്റെ പുറമെ റിച്ചർഡ് ബാൻഡറും അതുപോലെ തന്നെ ജോൺ ഗ്രിൻഡറൊക്കെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ല പോണത്, മറിച്ച് ആൽഫ്രഡ് ബ്ലേക്കിന് തിരിഞ്ഞോലും തിരിഞ്ഞിട്ടും നിങ്ങൾക്ക് തിരിഞ്ഞോ ഇല്ലോ എന്നുള്ള ചോദ്യം ബാക്കിയില്ലേ? ഹൂ ഈസ് ആൽഫ്രഡ് ബ്ലേക്ക്? ഹൂ ഈസ് റിച്ചർഡ് ബാൻഡർ? നിങ്ങളായിട്ട് എന്താ ബന്ധം? നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടോ ഇല്ലയോ? അതിനാണ് എന്നെ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ പോവാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ജോലി, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ബിസിനസ് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നോബഡി വിൽ ക്വസ്റ്റ്യൻ യു. എപ്പോൾ വേണം മാറ്റാം. പക്ഷെ ഭാര്യ എങ്ങനെ മിനിറ്റ് മാറ്റാൻ പറ്റുമോ? ഈ ഭാര്യ ശരിയില്ല, ഇവളൊന്ന് മാറ്റിയിട്ട് അടുത്ത് നോക്കാം. നാട്ടുകാർ ചോദിക്കും, വീട്ടുകാർ ചോദിക്കും, കമ്മിറ്റിക്കാർ ചോദിക്കും, പലരും ചോദിക്കൂലേ? വിഷയല്ലേ? മാറ്റാൻ പറ്റാത്ത മേഖലയിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഭാര്യ, മക്കള് മാറ്റാൻ പറ്റില്ല. അവിടെ ഇഫ് യു ആർ ഹാപ്പി ദർ, മാറ്റാൻ പറ്റുന്ന നിങ്ങളുടെ മേഖലയില്ലേ, ഓഫീസ്, ജോലി, അതുപോലെ തന്നെ ബിസിനസ്, ഈ മേഖലയും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതാണ് വീട്ടിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഭാര്യയായിട്ട് ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റി എല്ലാം കൂടും. ഓൺലി ഇൻഗ്രീഡിയൻറ്റ് ഓഫ് സക്സസ് ഇസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഉണ്ടായാൽ മതി ഉള്ളിൽ. അത് അനുഭവിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു കുറിച്ചും അതല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, പ്രകാശത്തെക്കുറിച്ച് ആർക്ക് സംസാരിക്കാം? അന്ധനായ ഒരാൾക്ക് സംസാരിക്കാം. എന്നാൽ പ്രകാശം എന്താണെന്ന് അറിയാൻ അയാൾക്ക് മാർഗമുണ്ടോ? അയാൾക്ക് എന്താ പ്രകാശം എന്നറിയോ? നെവർ എവർ. അതാണ് സർഫേസ് ലെവൽ. നേരത്തെ വരച്ചത് ഓർമ്മയില്ലേ? ആ അന്ധൻ പ്രകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതല്ല അത്. നിങ്ങൾ സന്തോഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതല്ല അത്. പ്രകാശത്തെക്കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്, പ്രകാശം നിങ്ങളിലേക്ക് വരുത്തലാണ് എൻ്റെ ലക്ഷ്യം. സാധാരണ കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയർ വൈറസ് ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ആ സോഫ്റ്റ്വെയർ അതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതൊരു പ്രോഗ്രാമിംഗ് ആണല്ലോ. ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവായ തോട്ട്സുകളെ പോസിറ്റീവാക്കി മാറ്റുന്ന, അപ്പം അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് ഇതിനെ മാറ്റാനുള്ളത്. അപ്പം ഈ ഹാപ്പിനെസ് എവിടെ പോയത്? വെർ ഈസ് ഇറ്റ് നൗ? ഇപ്പോൾ അത് അവിടെ, അത് ഉള്ളിൽ നിന്ന് അനുഭവിച്ച്, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് അല്ലേ? ഇറ്റ് വാസ് എൻ ഇൻറ്റൻസ് എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും കാലം പറഞ്ഞ ആ സന്തോഷമാണോ? വാക്കാണോ സന്തോഷം എന്നുള്ളത്? സ്നേഹം, കാരുണ്യം, സന്തോഷം, സമാധാനം, ശാന്തി, ഇന്നർ റിസോഴ്സസ് എല്ലാം. ഞാൻ ഇമോഷണൽ ക്ലീനിങ് ചെയ്യുന്നു, സിംപ്ലി കാര്യം നടക്കും. തന്നെ കുറേ അനുഭവിച്ചില്ല സന്തോഷത്തിൻ്റെ റിയൽ എനർജി. അത് ശരിക്കും ഇത്രയും കാലം പറഞ്ഞൊരു സന്തോഷമാണോ? നമ്മുടെ അകത്തുള്ള ആ ഭയം ഉണ്ടല്ലോ, ഭയം, ആ ഭയത്തെ നമ്മുടെ ന്യൂറോളജി പുറത്ത് കളയുക. മെൻ്റലി വി വിൽ ബി ബാലൻസ്ഡ്. മെൻ്റൽ ബാലൻസ് വരുമ്പോൾ എല്ലാ രംഗത്തും ഔട്ട്പുട്ട് കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും, പെർഫോമൻസും കൂടും. കല്യാണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പാറി പറന്ന് ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പാറി പറന്ന് കളിക്കേണ്ട ഒരു സന്തോഷം. ദേ ആർ ബബ്ലിങ് വിത്ത് ഹാപ്പിനെസ്. സച്ച് ഹാപ്പിനെസ് ആണ് അവർക്കുള്ളത് അല്ലേ? എന്നാൽ നമ്മുടെ മുതിർന്നവരുടെ കഥ എന്താ? നമ്മുടെ മകളുടെയോ മകൻ്റെയോ ഒക്കെ കല്യാണമാണ് എന്താ സംഭവിക്കാന്ന്? വലിയ ഹിമാലയ പർവ്വതത്തെ തലയിൽ വെച്ചോളത്തെ ഒരു ഭാരമാണ് നമുക്ക്, വലിയ ഭാര. പക്ഷെ കുഞ്ഞുങ്ങളോ വളരെ സന്തോഷവും ഇങ്ങനെ പാറി കളിക്കുക. ഞാൻ ചോദ്യം, നമ്മളും സാർ ഒരു നാൾ കുഞ്ഞുങ്ങളായിരുന്നില്ലേ? അപ്പം ഈ ഹാപ്പിനെസ് എവിടെ പോയത്? വെർ ഈസ് ഇറ്റ് നൗ? ഇപ്പോൾ അത് എവിടെയാ അതിപ്പോ? സന്തോഷമല്ലേ ഉള്ളിൽ വന്നു? സന്തോഷമുള്ള ഇമോഷനാണോ, ചിന്തയാണോ? ലൈഫ് ഈസ് ഇന്നർ സെറിമണി, ലൈഫ് ഈസ് ഇന്നർ ഹാപ്പിനെസ്, ലൈഫ് ഈസ് എൻ ഇന്നർ ഫെസ്റ്റിവൽ, ലൈഫ് ഈസ് എൻ ഇന്നർ സെറിമണി. വളരെ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. പക്ഷേ മോനു സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറുന്ന ഭാഷയാണ്. വളരെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായത്. കാരണം ഞാൻ ഇന്ന് എൻ്റെ ലൈഫ് സത്യത്തിൽ പറഞ്ഞാൽ എൻജോയ് ചെയ്യുകയാണ്. കുറഞ്ഞു പോയ വികാരങ്ങൾ ഒഴുകുകയാണ് ആ ഒരു മനോഭാവത്തിലാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വർഷങ്ങൾ കൂടിയ പോലെയാണ് തോന്നുന്നത്. ഞാൻ 60 നിന്നൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ പറ്റിയതാണ് ഈ സംഭവം. പക്ഷേ ഇതിൽ ഞാനൊരു തുടങ്ങുകയില്ല. മോയിനു സാറിൻ്റെ ക്ലാസ് തന്നെ അന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പം തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ആദ്യത്തെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സാർ ശരിക്കും ഉള്ളിൽ നിന്ന് സാർ അതിൽ ആ ഒരു ഒഴുക്കിൽ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ഒഴുക്ക് വന്നപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് ആവശ്യം. അപ്പോൾ നമുക്ക് അതിനകത്തൊരു വിശ്വാസം വന്നു, ഇത് നമുക്ക് സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ടിട്ടും
ഇന്ന് അതിനേക്കാളൊക്കെ മനോഹരമായിട്ട് ഞാനിന്ന് എൻ്റെ ഫാമിലിയോടൊപ്പം ദുബായിൽ അതിമനോഹരമായ ഫ്ലാറ്റിൽ ഏറ്റവും നല്ല ആ ബിസിനസ് ഗ്രൂപ്പിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമിൻ്റെ കൂടെ ഏറ്റവും നല്ല എൻജോയ് ചെയ്ത് ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് എനിക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഭവം. ഇതിനു മുമ്പുള്ള പല ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഉറങ്ങി തൂങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ക്ലാസ് ഒരു വാക്ക് പോലും വിടാതെ അല്ലെങ്കിൽ ഒരു ചലനം പോലും മിസ്സാവാതെ സാർ എത്ര ഇരിക്കുന്നു അതുപോലെ ഞങ്ങളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തി തീർത്തത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ നായർ. ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിന് പോയല്ല, പോകണ്ട, എവിടെ പോയാലും ശരിയാവില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എവിടെ പോയാലും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കിട്ടും. അപ്പം ഞാൻ നിർബന്ധിച്ചു വന്നു. ഇപ്പം തന്നെ കുറേ മിസ്കാൾ വന്ന് കഴിഞ്ഞില്ല പെട്ടെന്ന്. അപ്പം എന്തായാലും ഇത് വളരെ ബ്ലിസ്ഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പം സാറെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഖത്തറിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. അവിടെ ഒരു 3 കൊല്ലത്തോളം വളരെ സാറ്റിസ്ഫാക്ഷനോടി ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും ലൈഫ് കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളും അങ്ങ് ഒഴുകിപ്പോയുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഞാൻ ഒത്തിരി ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ്. ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഒരു റിയൽ മാസ്റ്റർ, ഒരു പെർഫെക്റ്റ് മാസ്റ്റർ. I can see, I could experience a master's touch here. മുന്നത്തേക്കാളും എന്നെ ഇപ്പോൾ ഒരുപാട് എനിക്കിഷ്ടമാണ്. എനിക്ക് പറയാനാവുന്നേ കൂടുതൽ എനിക്കിഷ്ടമാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ ഓരോ നീക്കങ്ങളിലും എൻ്റെ മാറ്റങ്ങളിലും എൻ്റെ പ്രയാസങ്ങളിലും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമിലും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ഒരേ രീതിയിൽ ഫീൽ ചെയ്തിനോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എന്താ പറഞ്ഞതെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നു. ഇവിടെ വെറുതെ മസിലും പിടിച്ചിങ്ങനെ നടന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ശരിക്കും കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയുന്നില്ല. കാരണം എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഞാൻ ആരാണെന്ന്. ഈ പുറത്ത് കാണുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ജീവിതം ഉള്ളിൽ തന്നെയാണ്. ഡയമണ്ടാണ് ഉള്ളിൽ കിടക്കുന്നത്. ആ എസെൻസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. മുമ്പൊരു സ്ട്രെസ്ഫുൾ ജീവിതമായിട്ടുണ്ടായിരുന്നത്. ജീവിതം ഇപ്പോൾ ഞാൻ ഓരോ മൊമെൻറ്റും ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഓഡിയോ സ്റ്റേജിൽ വരാനൊക്കെ ഒരു മടിയായിരുന്നു. ആ ഫീലിംഗ് പോലും നമുക്ക് പിടിയുന്നങ്ങോട്ട് മാറ്റം വന്ന ഒരു അവസ്ഥയിലാണ്. ഞാനൊക്കെ വിചാരിക്കുന്നത് എൻ്റെ ജോലിഭാരം കൊണ്ടും ഒക്കെ ഉണ്ടായതാണ് എൻ്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ സൈക്കോതെറാപ്പിയിലൂടെ മനസ്സിലായി ഇതൊക്കെ മനസ്സിൻ്റെ തന്നെയാണ്. അത് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അത് ഫീൽ ചെയ്തു. എനിക്കത് അനുഭവമായി. ഒത്തിരി താങ്ക്സ്.